മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാനുള്ള ആർട്ടിമിസ് പദ്ധതികളാണ് അമേരിക്ക ബഹിരാകാശ ഏജൻസിയായ നാസ തയ്യാറാക്കുന്നത്. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. പരുപരുത്ത പാറകളും അഗാധ ഗർത്തങ്ങളും തണുപ്പും നിറഞ്ഞ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയും നടക്കുകയും ചെയ്യുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിനിടെ അപകടം പോലെയുള്ള എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ സംഭവിക്കാനുമിടയുണ്ട്. ചന്ദ്രനിൽ ഏതെങ്കിലും ഒരു സഞ്ചാരിക്ക് അടിയന്തര സാഹചര്യമുണ്ടായാൽ സുരക്ഷ ഉറപ്പാക്കാൻ പ്ലാനുകൾ ക്ഷണിച്ചിരിക്കുകയാണ് നാസ. വെറുതെയല്ല, നല്ല ഐഡിയയ്ക്ക് 16.6 ലക്ഷം രൂപയാണ് പ്രതിഫലം. ചന്ദ്രനിൽ കുടുങ്ങുന്ന സഞ്ചാരികൾക്ക് രക്ഷയേകുന്ന സംവിധാനത്തിന്റെ ഡിസൈനാണ് നാസ ക്ഷണിച്ചിരിക്കുന്നത്. സൗത്ത് പോൾ സേഫ്റ്റി ചലഞ്ച് ലൂണാർ റെസ്ക്യൂ സിസ്റ്റം എന്നാണ് ഈ മത്സരത്തിന് നാസ ഇട്ടിരിക്കുന്ന പേര്. 20 ഡിഗ്രി വരെ ചരിവുള്ള ദുഷ്കരമായ ചാന്ദ്ര ഭൂപ്രദേശത്ത് കുറഞ്ഞത് 2 കിലോമീറ്ററെങ്കിലും ഒരു സ്പേസ് സ്യൂട്ടിൽ ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ കഴിയുന്ന സംവിധാനം രൂപകൽപ്പന ചെയ്യുക എന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഒരു റോവർ ഇല്ലാതെ സ്വന്തമായി പ്രവർത്തിക്കുന്ന സംവിധാനമായിരിക്കണം ഇത്. ആർട്ടിമിസ് ദൌത്യങ്ങൾക്കായി നാസ ലക്ഷ്യമിടുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ കൊടും തണുപ്പും കഠിനമായ പ്രതലവും അതിജീവിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് രൂപകൽപ്പന ചെയ്യേണ്ടത്. ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ചാന്ദ്ര പര്യവേക്ഷകർക്ക് അനായാസവും പ്രായോഗികമായി ഈ രക്ഷാ സംവിധാനം ഉപയോഗിക്കുവാൻ കഴിയണം. അടുത്ത തലമുറ ആസിയം സ്പേസ് സ്യൂട്ടിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം ഈ സംവിധാനം എന്ന നിബന്ധനയുമുണ്ട്. 2023 ജനുവരി 23 വരെ ഡിസൈനുകൾ ഹീറോ എക്സ് വെബ്സൈറ്റ് വഴി സമർപ്പിക്കാവുന്നതാണ്. $40,000 ഈ മത്സരത്തിന് ആകെ സമ്മാനത്തുകയായി ലഭിക്കുന്നത്. വിജയിക്ക് $20,000 ലഭിക്കും. ചാന്ദ്രദൌത്യത്തിൽ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാസയെ സഹായിക്കുക വഴി ലക്ഷക്കണക്കിന് രൂപ നേടാമെന്നാണ് ചുരുക്കം. 2027 മധ്യത്തിലെ ആർട്ടിമിസ് 3 ദൌത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ നാസ പദ്ധതിയിടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.